ഹായ്. എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് സമയം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, വെറുതെ ഇരിക്കുകയെന്നല്ല, ഇപ്പം എനിക്കിപ്പോൾ വിളി വരും. ഒരു ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ, 3 മിനിറ്റ് വേണ്ട, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഹസ്ബൻഡ്, സുഖമില്ലാത്ത ആൾ. ഞാനിപ്പം പറയുന്നതല്ലേ, നമ്മൾ ഒരു ദിവസം നമ്മളെ വീട്ടിലില്ലെങ്കിൽ, സ്ത്രീകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്, വീട്ടമ്മമാരെ പറ്റി. ഒരു ദിവസം നമ്മൾ വീട്ടിലില്ലെങ്കിൽ അവിടെ ഒരു ദിവസം വേണ്ട, 1 മണിക്കൂർ, ഒറ്റ മണിക്കൂർ നമ്മൾ വീട്ടിലില്ലാണ്ടായാൽ നമ്മളെ വീട് പിന്നെ അതൊരു യുദ്ധക്കളമായിരിക്കും. കാരണം തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിൽ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ഒരു യുദ്ധക്കളം തന്നെയായിരിക്കും. തിരിച്ചു വരുമ്പോൾ ആ വീട്, നമുക്ക് എവിടെയെങ്കിലും പോയാൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. ഹസ്ബൻഡിന് സുഖമില്ലാത്ത ആളാണ്, പെട്ടെന്ന് എത്തണം. ചിലപ്പോൾ അവിടെ എങ്ങും പോകണം, ബാത്റൂമിൽ പോകേണ്ടി വരുമോ? അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് നമുക്ക് പുറത്ത് പോകണ്ടേ? പോകേണ്ടതിന് പോകാണ്ട് പറ്റില്ലല്ലോ. പോകേണ്ട ആവശ്യത്തിന് പോയേ പറ്റും. എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ മീറ്റിങ്ങുകളുണ്ടാവും. ഞാൻ വാർഡിൻ്റെ ഇതാണ്, പിന്നെ കുടുംബശ്രീൻ്റെ ഇതിലുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മീറ്റിങ്ങും കാര്യത്തിനും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ അത് പോയാൽ എനിക്ക് അവിടെ ശ്രദ്ധിക്കാനാവില്ല. ഒരിക്കലും അവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധ മുഴുവനും എവിടെയായിരിക്കും? വീട്ടിലായിരിക്കും. എന്താ ചെയ്യണ്ടേ? ഒരിതുമില്ല. ഇതല്ലേ സത്യം. വീട്ടിൽ നമുക്ക് നേരെ മറിച്ച് ഒരു പുരുഷനാണ് ഒരു സംഗതി, ഒരു മീറ്റിങ്ങിനോ കാര്യത്തിനോ പോയതാണെങ്കിൽ അവർക്ക് സുഖം, ഒന്നും ആലോചിക്കാണ്ട് അവർക്ക് മീറ്റിങ്ങിൽ സുന്ദരമായിട്ട് പങ്കെടുത്തിട്ട് തിരിച്ചു വരാം. നമുക്കതുപോലെയല്ല, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ആകപ്പാടെ ഇതാണ്. ഒരു നിമിഷം വിട്ടില്ലെങ്കിൽ കറി വെക്കണം, ചോറ് വെക്കണം. പോട്ടെ, വീട്ടിൽ എന്തൊക്കെ പണികളുണ്ടാവും, എന്തൊക്കെ പണികൾ. വീട് വൃത്തിയാക്കണം, അലക്കണം, ഫുള്ളായിട്ട് ചുറ്റുവട്ടം വൃത്തിയാക്കണം. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ചുറ്റുവട്ടമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വേണം വീട്. ശുചിത്വത്തിൻ്റെ ഒരു ഇതെല്ലാം ഇപ്പോൾ ക്ലാസ് എടുക്കാനും അതിനൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചു ഇതൊന്നും വൃത്തിയാക്കാണ്ടിരുന്ന കണ്ടുകൂടെ. ഒരു പ്ലാസ്റ്റിക് സാധനം പോലും പറമ്പിലിടുന്നതോ മുറ്റത്ത് ഇടുന്നതോ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതൊക്കെ ഞാനാണ്. അഥവാ ഞാൻ ഏതെങ്കിലും ടൗണിലോ മറ്റോ പോയി തിരിച്ചു വരുന്ന സമയത്ത് വരെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തുണ്ട് എവിടെ കണ്ടാലും ഞാൻ എടുത്തുകൊണ്ട് വരും, വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്യാം. അതിപ്പോൾ ഞാൻ മാസം ഈ സീറോ വേസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കും. വേസ്റ്റ് ഇതെടുക്കുക, ഹരിത കർമ്മേൻ്റെ അവർ വരുന്നില്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ് സഞ്ചിയിലിട്ട് വെക്കുക. അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുക. എൻ്റെ കണ്ണിൽ എന്ത് പെട്ടാലും ഞാൻ അപ്പം തന്നെ, എനിക്ക് കയ്യിൽ ഒഴിവുണ്ടെങ്കിലാണ്, ഈ ഒഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കും. വാഹനത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നടന്നെല്ലാം പോയിട്ട് വരുന്ന സമയത്ത് അത് ഞാൻ എടുക്കും. അതുകൊണ്ട് ഇച്ചിരി വരാനും വൈകും. വരുമ്പോഴത്തേക്കെല്ലാം ബാക്കിയുണ്ടാവും. ഒരു പണിയില്ലാണ്ട് ഫുൾ അവിടെ തന്നെ ഉണ്ടാവും. 0 മുതൽ തുടങ്ങി സെറ്റ് വരെ പണി ഇവിടെ കിടക്കും. മൊത്തം ചെയ്യണം. ഒരു 3 മണിക്കൂർ സമയം പോയാൽ മതി. ആ 3 മണിക്കൂർ ഞാൻ ചെയ്യേണ്ട ജോലികൾ അത്രയും ഉണ്ടാവും. 24 മണിക്കൂറൊക്കെ ചെയ്യേണ്ട പണികളാണ് നമ്മൾ ഈ വീട്ടിൽ 2-3 മണിക്കൂർ കൊണ്ട്. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ചായ, ഒരു ഇതെല്ലാം വേണം കേട്ടോ, ഇടനേരം. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണമാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പായസം വെക്കൽ. അതൊക്കെയും കഴിഞ്ഞ് കാല് നിലത്ത് വെക്കാൻ സ്ഥലമില്ലാണ്ട് ഓടി നടന്ന് പണിയായി. രാത്രി വേറെ. രാത്രിയാണെങ്കിൽ പിന്നെ സുഖമില്ല, അതുകൊണ്ട് മൂപ്പർ വിളിച്ചുകൊണ്ടേയിരിക്കും, ഉറക്കില്ല. ഇന്ന് ഫുള്ളായിട്ട് ഇപ്പോൾ എനിക്കിന്ന് തോന്നി, എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പറയണം തോന്നി. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ, കേൾക്കട്ടെ, ആരെങ്കിലുമൊക്കെ കേൾക്കണം തോന്നി. ഇവിടെ ആരുമില്ല, എനിക്ക് പറയാൻ ആരുമില്ല. സുഖമില്ലാത്ത ആളോട് എന്ത് പറയാൻ? അദ്ദേഹത്തിന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അദ്ദേഹം മറന്നു പോകും, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. എൻ്റെ ഒരു സ്നേഹമില്ലഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തോടെല്ലാം മറന്നു പോകും. വീണ്ടും എന്നെ വിളി തുടങ്ങും. അതേ ഉള്ളൂ. അപ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു ചെറിയ ഷോർട്ടിലാണ് ഞാൻ പറഞ്ഞത്. നീണ്ടു പോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, സമയം കൂടി പോയോ, വലിയൊരു വീഡിയോ ആയിപ്പോയോ എന്നറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയം നോക്കി അത് മാറ്റി കുറക്കണം. ഇത് ഷോർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
എനിക്കറിഞ്ഞൂടാ. എനിക്ക് പിന്നെയും പറയും, ഇനിയും ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ പറയാം. ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ നിർത്തട്ടെ. വേറൊരു വീഡിയോയിൽ നമുക്ക് തിരിച്ച് വരാം. ഓക്കെ, താങ്ക് യു.